എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ഈ ട്രാവൽ സീരീസ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബ്രിസ്ബെയിനിൽ നിന്ന് തിരിച്ച് നമ്മൾ മെൽബണിലേക്ക് പോകുന്ന വഴിക്ക് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലുണ്ട് ക്യാൻബറയിൽ ഇറങ്ങി അവിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റും അതുപോലെ തന്നെ ക്യാൻബറ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ മെൽബണിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഏകദേശം ഈ സീരീസിൽ ഒരു 11 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർക്കൊക്കെ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഇന്നത്തെ വീഡിയോയിലേക്കും നേരിട്ട് പോകും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ സുനിലാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ബ്രിസ്ബെയിനിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നേരെ ക്യാൻബറയ്ക്ക് പോവാം. അപ്പോൾ ഏകദേശം ഒരു 1200 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ബ്രിസ്ബെയിനിൽ നിന്ന് ക്യാൻബറയ്ക്ക്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകുന്നില്ല, നമ്മളൊരു 600 കിലോമീറ്റർ എത്തിക്കുമ്പോൾ ടാറി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവിടെ നിന്ന് ക്യാൻബറയ്ക്ക് പോകുള്ളൂ. അപ്പോൾ ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമ്മളൊരു മൂടൽ പോലെ കണ്ടില്ലേ, ഇതൊക്കെ ബുഷ് ഫയറിൻ്റെ ഭാഗമാട്ടോ. നമ്മൾ പോകുന്ന വഴി ന്യൂ സൗത്ത് വെയിൽസ് ഹൈവേ ഒക്കെ ഫുള്ള് കാടുകളാണ്. അപ്പോൾ ഈ സമ്മറായ കാരണം അതിൻ്റേതായ ഒത്തിരി ബുഷ് ഫയർസൊക്കെ ഒത്തിരി ഉണ്ടാവും ഇവിടെ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ലോങ് ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ നമുക്ക് മെയിൻ ഹൈവേസിലൊക്കെ ഇങ്ങനത്തെ ഒത്തിരി റെസ്റ്റ് റൂംസുകളും അതുപോലെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒത്തിരി ഏരിയ നമുക്ക് കിട്ടും. അത് ട്രക്കുകൾക്ക് വേറെ, കാറുകൾക്ക് വേറെ, അങ്ങനെയാണ് സെപ്പറേറ്റ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീൻ വറുത്തതും മോര് കറിയും അതുപോലെ തന്നെ തോരനും ഇലക്കും കൂടി ലാവിഷായ ഫുഡ്. അത് നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഫുഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പുറത്തുനിന്ന് ഫുഡ് കഴിക്കലൊക്കെ വളരെ കുറവാണ്. ഇതാപ്പി വെക്കേഷൻ എൻജോയ് ചെയ്തോ? അടിപൊളിയായിരുന്നോ? ഇതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നേ? സിഡ്നി ആയിരുന്നോ, ബ്രിസ്ബെയിൻ ആയിരുന്നോ, കെയ്ൻസ് ആയിരുന്നോ? ഏതാ ഇഷ്ടപ്പെട്ടെ? ഏത്? ബ്രിസ്ബെയിൻ ഇഷ്ടപ്പെട്ടെ? വാവ്, ഗുഡ് ബോയ്. പകൽ സമയത്ത് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയും അതുപോലെ നല്ല നല്ല രസമായിട്ടുള്ള ഡ്രൈവിങ്ങാണ്. രാത്രി ഡ്രൈവ് ചെയ്യരുത്, ഒത്തിരി ക്യാങ്കറൂസൊക്കെ വട്ടം ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള 2 കുഞ്ഞ് കങ്കാരുകളുടെ അടികൂടൽ നോക്കി. വണ്ടി ഒന്ന് ചെറുതായിട്ടും സൈഡിൽ ഒതുക്കിയതാ. രണ്ടുപേരും തമ്മിൽ ഗുസ്തിയാണ് വണ്ടിയുടെ അകത്ത് തന്നെ ആയിരുന്നു. ഏകദേശം ഒരു 5 മണി 5:30 ആയിപ്പിക്കും നമ്മൾ ടാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. ഒരു പക്ക ലോഡ്ജ്, ഒരു ദിവസം നൈറ്റ് കിടക്കണം, അതിനുള്ളൊരു സെറ്റപ്പോടൊരു ലോഡ്ജ് പോലത്തെ ഒരു സംഭവമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം 3 ബെഡും ചെറിയൊരു ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു ചെറിയ സെറ്റപ്പ്. അവിടെ നമ്മൾ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അതൊക്കെ ചൂടാക്കി കഴിച്ച് നെക്സ്റ്റ് ഡേ പോകാനുള്ള ഫുഡൊക്കെ ചൂടാക്കി തിരിച്ച് വേറെ ഹോട്ട് ബാഗിലേക്ക് എടുത്ത് വയ്ക്കാനുള്ള ഒരു സെറ്റപ്പുള്ളൊരു സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി ക്യാൻബറയ്ക്ക് പോകണേ. ഇവിടെ നിന്ന് ഒരു 610 കിലോമീറ്റർ ഉണ്ട്. കണ്ടോ, ഇപ്പോൾ ഗുഡ്സ് പോകണം. കണ്ടോ, ഞാൻ ഓസ്ട്രേലിയ കൊണ്ട് ആദ്യം കേട്ടോ ഇങ്ങനെ ഗുഡ്സ് ട്രെയിൻ പോകണ കാണണേ. നമ്മുടെ നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പിന്നെ ഇവിടെ നിന്ന് ശേഷം കാണണേ. പോകുന്ന വഴിയും ഈ വഴിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. ഈ സെയിം റൂട്ട് വഴിയാണ് നമ്മൾ തിരിച്ച് നമ്മൾ ബ്രിസ്ബെയിനിലേക്ക് പോയതും ഈ സെയിം റൂട്ട് വഴിയാണ്. പിന്നെ ഈ പോകുന്ന വഴിക്ക് കയറി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കുറേ റെസ്റ്റ് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, ആ ഒരു ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ചില ഏരിയകളിലൊക്കെ ഇവിടെ ഒരുപാട് ഫാമൊക്കെ ഉള്ള കാരണം ഈ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളൊക്കെ അവരിങ്ങനെ സെയിലിന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ചീപ്പായിട്ട് ഫ്രഷായിട്ട് കിട്ടും. അത് നമ്മളിവിടെ വണ്ടി നിർത്തി എന്നിട്ട് ഓയിലൊക്കെ പോകണമായിരുന്നു. പിന്നെ ഈതങ്കോട്ടിൻ്റെ അപ്പോസിറ്റിന് കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ് വാങ്ങിച്ചു. അതൊക്കെ ഇരുന്ന് കഴിക്കാം. നമുക്കൊരു നല്ലൊരു ഫീലാണ് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ നിർത്തിയൊക്കെ പോകുമ്പോൾ നമുക്ക് യാത്രയ്ക്ക് ഇടയ്ക്ക് കിട്ടണേ. പിന്നെ കോഫി വാങ്ങിച്ചുകൊണ്ടെങ്കിൽ കോഫി കുടിക്കാം. എല്ലാവിധ സെറ്റപ്പും ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്കായാലും. അങ്ങനെ നമ്മൾ ക്യാൻബറയുടെ റൂട്ടിലേക്ക് എത്തി. ഈ കണ്ടോ, ഇപ്പോൾ നമ്മൾ കാണുന്ന നോക്കിയേ ആ ഒരു ചെറിയൊരു ലേക്കാണ്. അതിൻ്റെ അപ്പുറത്ത് ഒത്തിരി കാറ്റാടിയന്ത്രം കണ്ടോ, അടിപൊളിയായിട്ടോ. ഞാൻ വണ്ടി അവിടെ നിർത്തി, പക്ഷെ ഒത്തിരി ലോങ് ആയിരുന്നു, എനിക്ക് വീട്ടിലൊന്നും പാർത്താൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തത്, ഒരു 9th ഫ്ലോറിൽ ഒരു കിടിൻ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടത്തേക്ക് അപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലോക്ക് നമ്പർ കിട്ടും. അത് അവരുടെ ലെറ്റർ ബോക്സിൽ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് കീ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കീ ഒക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് കയറി. ഒരു 9th ഫ്ലോർ ആയ കാരണം പിള്ളേർക്കായാലും താഴത്തേക്കൊക്കെ വണ്ടികൾ പോകുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. അവർ ഹോളിഡേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത് അക്കോമഡേഷൻ കേട്ടോ. പിന്നെ എല്ലായിടത്തും പോയാലും കിച്ചണുള്ളത് നമ്മൾ എടുക്കാറ്. അങ്ങനെ കിച്ചണുള്ള ഫെസിലിറ്റി ഉള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു.
വരുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി കുറച്ച് മീനും കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ 2 ദിവസം 2 നൈറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രിസ്ബേനിലെ സുനിലേട്ടൻ്റെ മോള് ഇവിടെയാണ് പഠിക്കണേ. അപ്പോൾ സുനിലേട്ടൻ്റെ മോളും ഫ്രണ്ടൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കുറച്ച് മീൻകറിയും തോരനും അതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഫ്രീ ആവുമല്ലോ. അങ്ങനെ കുക്കിംഗ് തകൃതിയായിട്ട് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ രാവിലെ തന്നെ പാർലമെൻറ്റ് കാണാൻ പോകണം. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്ന വഴിയൊക്കെ നോക്കി ഫുള്ള് ഗ്രീനറി ഒക്കെ ആയിട്ട് എന്താ രസം എന്നറിയാമോ. ഇതാണ് പുതിയ പാർലമെൻറ്റ്. ഇത് 1988 ഈ പാർലമെൻറ്റ് ഓപ്പൺ ആയത്. അത് മൺഡേ ടു സൺഡേ മോർണിംഗ് 9 AM to 5 PM വരെ ഉണ്ട്. നിങ്ങൾക്ക് വിസിറ്റേഴ്സിൻ്റെ അലൗഡ് ആട്ടോ. അതുപോലെ തന്നെ 1988 മെയ് 9 ഈ പാർലമെൻറ്റ് എലിസബത്ത് രാജ്ഞിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് $1.1 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളറാണ് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. ഏകദേശം 2,70,000 സ്ക്വയർ ഫീറ്റിലാട്ടോ ഈ പാർലമെൻറ്റ് ഇരിക്കണേ. ഫുള്ള് മാർബിള്. എന്താ ഭംഗി തരാം, നമുക്ക് കണ്ണും മഞ്ഞളിച്ചു പോവും. അത്ര ബ്യൂട്ടി തിളങ്ങാണ് കിടന്നു ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ. പക്ഷേ എല്ലാ ഏരിയയും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചില ഏരിയയൊക്കെ ഫുള്ള് ക്ലോസ്ഡ് ആണ്. എന്നാലും ഫുള്ള് സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ ആയിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഫുള്ള് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം അവിടെ കറങ്ങി കളിച്ച് നടന്ന് ഈ പാർലമെൻറ്റ് അകത്തുണ്ട് കഫേ ഉണ്ട്. നമുക്ക് പബ്ലിക്കിനായാലും നമുക്ക് ആ കഫേ യൂസ് ചെയ്യാം. പിന്നെ അവിടെ നിന്നൊരു കോഫിയും ഒരു ചെറിയ സ്നാക്കൊക്കെ വാങ്ങിച്ച് ഞാനും ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്തു. എന്തായാലും നല്ല രസമാട്ടോ. ക്യാൻബറയൊക്കെ വരാണെങ്കിൽ ഇതും കൂടി ഒന്ന് കണ്ടിരിക്കണത് നല്ലതായിരിക്കും. ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ കയറിയിട്ടില്ല, അവിടെ പോയിട്ടുമില്ല. പക്ഷേ ഓസ്ട്രേലിയ വരെ നമുക്കത് സഹായിച്ചു. അതിൽ ഒരു സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ. പാർലമെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അകത്തും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പാണ് കേട്ടോ. നമുക്ക് പാർലമെൻറ്റിൻ്റെ ചെറിയൊരു സൊവീനിയേഴ്സും അങ്ങനത്തെ സംഭവം നമുക്ക് വേണ്ടി വാങ്ങിക്കാം. അത് കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഈ പാർലമെൻറ്റ് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഓൾഡ് പാർലമെൻറ്റ് ഉള്ളത്. അതും നമുക്ക് കണ്ടിരിക്കാനുണ്ട്. പക്ഷേ ആ പാർലമെൻറ്റ് അകത്ത് വരുമ്പോൾ അത് ഓൾഡ് പാർലമെൻറ്റ് കണ്ടാൽ നമുക്ക് തോന്നില്ല കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു. ഇതാട്ടോ ഓൾഡ് പാർലമെൻറ്റ്. അതിനകത്ത് എന്തോ റിനോവേഷൻ വർക്കൊക്കെ നടക്കായിരുന്നു. ഏകദേശം ഒരു 60-61 വർഷം പഴക്കമുള്ള ഒരു പാർലമെൻറ്റാണ്. നമുക്ക് ഇതിൻ്റെ അകത്തും കയറാൻ ഫ്രീ ആണ്. പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 3 ഫ്ലോറിലായിട്ടാണ് ഈ പാർലമെൻറ്റ് ഇരിക്കണേ. അതുപോലെ തന്നെ 6 ഏക്കർ സ്ഥലമുണ്ട്. ഇതിൻ്റെ ഫുള്ള് ഫ്ലോർ സൈസ് പറഞ്ഞിട്ടാണേ. ഇപ്പോൾ അതൊരു മ്യൂസിയം ഒക്കെ പോലെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണേ. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അത്ര പഴയതുപോലും തോന്നില്ല കേട്ടോ. അടിപൊളിയാണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരാണെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ ഡെസ്കിൽ പറയുകയാണെങ്കിൽ അവിടുന്ന് അവരൊരു സ്റ്റാഫ് വന്നിട്ട് നമുക്ക് ഈ പാർലമെൻറ്റിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അന്നത്തെ കാലത്ത് മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന റൂമുകൾ, അതുപോലെ തന്നെ മീറ്റിംഗ് നടക്കുന്നത്, അതിൽ ഓഫീസ് റൂമുകൾ, അതെല്ലാം അതേ ലെവലിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും വർക്കിംഗ് ആണെന്ന് തോന്നുള്ളൂ. ആ ഒരു സെറ്റപ്പാണ് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണേ. എന്തായാലും അതൊക്കെ നല്ല രസമായിട്ട് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഈ റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയതെന്ന് ആരെങ്കിലും പറയുമോ? 61 വർഷം പഴക്കമുണ്ടെന്ന് പറയണേ. പാർലമെൻറ്റ് പുറത്തേക്ക് ഇറങ്ങിയാലും അതെല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആട്ടോ. ചെറിയ ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ച്, അതുപോലെ
എത്ര ഏരിയ എന്ന് പറയാമോ സ്ഥലം, നമുക്ക് നടന്നങ്ങോട്ട് തകർക്കാം. അതുപോലെ പലതരത്തിലുള്ള സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ഞാൻ പോയപ്പോൾ പക്ക സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഈ ചെയറിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റും. ഒരു വോക്കിന് പോകണമെങ്കിൽ വോക്കിന് പോകാം. എല്ലാം കൊണ്ടും ഒരു അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഒരു 8 കിലോമീറ്ററോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൗണ്ട് എയിൻസ്ലി എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. ഈ സ്പോട്ട് ആരും മിസ് ചെയ്തിട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻബറ സിറ്റി ഫുള്ള് കാണാൻ പറ്റും. അതിലുമുപരി ഇവിടെ നിന്നുള്ളൊരു ഒറ്റ വ്യൂവിൽ നമുക്ക് പഴയ പാർലമെൻറ്റും പുതിയ പാർലമെൻറ്റും എല്ലാം കാണാൻ പറ്റും. ക്യാൻബറയുടെ ഒരു സെർച്ചിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർലമെൻറ്റും അത് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് എവിടെ സോഷ്യൽ മീഡിയ ആയാലും ഇൻ്റർനെറ്റിലൊക്കെ കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ക്യാൻബറ എയർപോർട്ട്. അപ്പോൾ ക്യാൻബറയിൽ വരുന്നവർ ഈ മൗണ്ട് എയിൻസ്ലി എന്ന് പറഞ്ഞ സ്പോട്ടും നിങ്ങൾ ട്രിപ്പിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കിടിലനായിരിക്കും. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ദീപ്തിനെയും പിള്ളേരെയും കൊണ്ടുവന്ന് ഇവിടേക്ക് വന്നു. നാഷണൽ മ്യൂസിയം ഓഫ് ഓസ്ട്രേലിയ. ഇതും ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ കേട്ടോ. ഇതിൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് 5 മണി വരെയാണ് ഇത് ഓപ്പണിങ്. ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. 1980 ഈ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററിയും അബോറിജിനൽസിൻ്റെ ലൈഫും അതുപോലെ തന്നെ ഈജിപ്റ്റ് സംസ്കാരത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്ര ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ആയാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ലൊരു ഇതും ഒരു 2 ഫ്ലോറിലിരിക്കണേ. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഈ ഒരു മ്യൂസിയത്തിൻ്റെ ബ്യൂട്ടി കുറച്ചുകൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റേ. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് ഒത്തിരി നടന്ന് ടയർഡായി കഴിഞ്ഞിരുന്ന റെസ്റ്റ് റൂമുകൾ അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം സെറ്റപ്പ് കൂടി ഉണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ ലേക്കും അതുപോലെ തന്നെ കുറച്ച് നടന്ന് പിള്ളേർക്ക് കുറച്ച് നേരം ഓടിച്ചാടി കളിക്കാം. അവർക്ക് ഈ മ്യൂസിയത്തിനകത്ത് കയറിയിട്ട് അവർക്ക് എന്ത് മനസ്സിലാവാൻ, അവർ കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് എന്ത് മ്യൂസിയം, അവർക്ക് കുറേ ഓടിച്ചാടി കളിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അവരെ കൊണ്ട് ഈ ലേക്കിൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നു. അവർ കുറേ കല്ലും മണ്ണൊക്കെ വാരി കളിച്ച് അവിടെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിൽ പിന്നെ സുനിലാൻ്റെ മോളും ഫ്രണ്ടൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ വീട്ടിലേക്ക് വിട്ടടിച്ചു. തിരിച്ച് അക്കോമഡേഷനിലെത്തിയപ്പോഴേക്കും മമ്മി ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സന്നുകുട്ടിയും ഫ്രണ്ടും എത്തി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ആ ദിവസം ഞങ്ങളങ്ങോട്ട് തകർത്തു.
2 ദിവസത്തെ ട്രിപ്പും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ക്യാൻബറയിൽ നിന്ന് തിരിച്ചു. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 710 കിലോമീറ്ററുണ്ട് മെൽബണിലേക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാക്ഡൊണാൾഡ്സിൽ നിന്ന് വാങ്ങിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ഒരു ദീപ്തിയാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഒരു 1350 കിലോമീറ്റർ ദീപ്തി ഡ്രൈവ് ചെയ്യും. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും നമ്മൾ മെൽബണിലേക്ക് എത്തും. അങ്ങനെ നമ്മുടെ 16 ദിവസത്തെ ട്രിപ്പ് അങ്ങനെ അവസാനിക്കാം കേട്ടോ. ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഒരു 16 ദിവസത്തെ ഹോൾ ഫാമിലി ആയിട്ടുള്ളൊരു റോഡ് ട്രിപ്പ്. ഒരു 5900 കിലോമീറ്ററിനായിരുന്നു മൊത്തം. ഓസ്ട്രേലിയയുടെ ഒരു 3 മെയിൻ സ്റ്റേറ്റൊക്കെ കവർ ചെയ്ത് ഉള്ള കിടിലൻ ട്രിപ്പ്. അപ്പോൾ വീഡിയോ കാണാത്തവർക്കൊക്കെ നമ്മുടെ ചാനലിലുണ്ട് വീഡിയോസിൻ്റെ കംപ്ലീറ്റ് എപ്പിസോഡ്സും. അപ്പോൾ വീഡിയോ ഒക്കെ കാണാം. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.